നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് പൊൻകുന്നത്ത് വൻ വരവേൽപ്പ്. ആരോഗ്യരംഗത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുമെന്ന് വി.ഡി. സതീശൻ. തകർന്ന സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കും. സർക്കാർ ജീവനക്കാരുടെ ഡേറ്റ ചോർത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും CPM-നും പങ്കെന്ന് വി.ഡി. സതീശൻ. നവകേരള സർവേക്ക് വേണ്ടി ജനങ്ങളുടെ നികുതിപ്പണം ചെലവഴിക്കുന്നത് അംഗീകരിക്കില്ല. പാമ്പാടി ദേറയിലേക്കുള്ള 2 റോഡുകളും തകർന്നു. ശോച്യാവസ്ഥയിലായിട്ട് 3 വർഷത്തിലധികം. ദിവസവും റോഡിനെ ആശ്രയിക്കുന്നത് ആയിരങ്ങൾ. കോട്ടയം ചവിട്ടുവരിയിൽ ലോറി ബജിക്കടയിലേക്ക് ഇടിച്ചു കയറി. ഡ്രൈവർക്കും സഹായിക്കും പരിക്ക്. കട പൂർണ്ണമായും തകർന്നു. വാർത്തകൾ വിശദമായി. UDF ഭരണത്തിലെത്തിയാൽ ആരോഗ്യരംഗത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് പൊൻകുന്നത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് പൊൻകുന്നത്ത് ആവേശകരമായ സ്വീകരണം. രാവിലെ പാലായിലെയും ഈരാറ്റുപേട്ടയിലെയും സ്വീകരണങ്ങൾക്ക് ശേഷമാണ് പുതുയുഗയാത്ര പൊൻകുന്നത്ത് എത്തിയത്. നേതാക്കളുടെയും ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകരുടെയും അകമ്പടിയിൽ തുറന്ന വാഹനത്തിൽ പ്രതിപക്ഷ നേതാവ് എത്തി. വർണ്ണ ബലൂണുകളും ചെണ്ടമേളവും ജാഥയെ കൊഴുപ്പിച്ചു. അത് വാങ്ങാൻ പണമില്ല. എങ്ങനെയാണ് ഇവിടുത്തെ ആരോഗ്യരംഗം മെച്ചപ്പെടുന്നത്? കിട്ടുന്ന പണം ഹോസ്പിറ്റലിൽ. പ്രവർത്തകർ നിറഞ്ഞ ആവേശത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ വേദിയിൽ എത്തിച്ചത്. രാജേന്ദ്ര മൈതാനിയിൽ നടന്ന യോഗത്തിൽ UDF കാഞ്ഞിരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് തോമസ് കുട്ടി അധ്യക്ഷനായി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കഴിഞ്ഞ 10 വർഷമായുള്ള ദുർഭരണത്തിന് കേരളത്തിൽ അന്ത്യം കുറിക്കുമെന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. യാഥാർത്ഥ്യവുമായി ബന്ധമില്ലാത്ത പ്രചരണം കേരളത്തിൽ നടക്കുന്നു. 6 ലക്ഷം കോടിയുടെ കടബാധ്യതയാണ് മലയാളികളുടെ തലയിലുള്ളത്. ഇടത് ഭരണം തകർത്ത സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. നമ്മളെ പുനരുജ്ജീവിപ്പിക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, തന്ത്രപരമായ നികുതി ഭരണം കൊണ്ട്, കാർക്കശ്യം നിറഞ്ഞ നിലപാടുകൾ കൊണ്ട് ഖജനാവിന്റെ ചോർച്ചയടച്ച് ഈ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഇപ്പോൾ പൂച്ചവെറ്റ് കിടക്കുന്ന കേരളത്തിന്റെ ഖജനാവിൽ നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. ഖജനാവ് നിറയ്ക്കലാണ് ഒരു സർക്കാരിന്റെ ആദ്യത്തെ ജോലി. എന്നിട്ട് പാവപ്പെട്ടവനെയും സാധാരണക്കാരനെയും ചേർത്ത് നിർത്തി അവന്റെ സങ്കടങ്ങൾ മാറ്റി, അവന്റെ കണ്ണീര് തുടച്ച്, അവന്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ ഈ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റി. ആരോഗ്യ മേഖലയെക്കുറിച്ച് ഏറ്റവും മോശമായ അഭിപ്രായമാണിപ്പോൾ. UDF അധികാരത്തിലെത്തിയാൽ ആരോഗ്യരംഗത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. എത്രമാത്രം മോശമായ വാർത്തകളാണ് ആരോഗ്യരംഗത്തെ കുറിച്ച് വരുന്നത്. എന്നിട്ട് അവർ എന്താ പറയുന്നത്? ഈ ഗവൺമെന്റ് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തിനെ നമുക്ക് ആരോഗ്യവതിയാക്കി നടത്തണ്ടേ? അതിനായി നമ്മൾ ഹെൽത്ത് കമ്മീഷൻ രൂപീകരിച്ച് 300 ഡോക്ടർമാരുടെ കോൺക്ലേവ് നടത്തി 600ഓളം ഡോക്ടർമാരുമായി ആശയവിനിമയം നടത്തി കേരളത്തിന്റെ മുമ്പാകെ ഒരു നോളജ് അസറ്റ്, ഒരു ജ്ഞാന സമ്പത്ത് പോലെ ഒരു ആരോഗ്യ രേഖ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ നിങ്ങളോടൊരു ഉറപ്പ് പറയുന്നു, അത് നമ്മൾ നടപ്പാക്കും. അത് നടപ്പാക്കുമ്പോൾ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി നമ്മുടെ കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റ് ആക്കി നമുക്ക് നമ്മുടെ കേരളത്തെ മാറ്റാൻ കഴിയും. ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളെ പോലും കടക്കാരനാക്കി മാറ്റുന്ന ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും ആന്റണി പറഞ്ഞു. കേരളം സമ്പൂർണമായി തകർത്തൊരു ഭരണം. ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും 2 ലക്ഷം രൂപയെ കടക്കാരനാക്കിയ ഭരണകൂടം. പാവപ്പെട്ട കൃഷിക്കാർ, പാവപ്പെട്ട കർഷകർ, അവരുടെ നേരെ മുഖം തിരിഞ്ഞു നിന്നൊരു ഗവൺമെന്റ്. എല്ലാ മേഖലയും തകർത്ത ഒരു ഭരണകൂടത്തോടുള്ള പ്രതികാരം മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെയുള്ളത്. DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, നേതാക്കളായ KC ജോസഫ് വാഴക്കൻ, മോൻസ് ജോസഫ് MLA, ജോഷി ഫിലിപ്പ്, ജിജി അഞ്ചാനി, സേവ്യർ മൂലകുന്ന്, സേതു മാന്താടൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ന്യൂസ് ബ്യൂറോ പൊൻകുന്നം. സർക്കാർ ജീവനക്കാരുടെ ഡേറ്റ ചോർത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും CPM നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഡേറ്റ ചോർത്തിയ സംഭവം കേസെടുത്ത് അന്വേഷിക്കണം. നവകേരള സർവേക്ക് വേണ്ടി ജനങ്ങളുടെ നികുതി പണം ചെലവഴിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും കേരള സ്റ്റോറി സിനിമ നിരോധിക്കണമെന്നും VD സതീശൻ പൊൻകുന്നത്ത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഒരാളുടെ അനുവാദമില്ലാതെ അയാളുടെ വ്യക്തിപരമായ ഡാറ്റ ചോർത്താൻ പാടില്ല. ഇത് വ്യാപകമായി സർക്കാർ ജീവനക്കാരുടെ, അധ്യാപകരുടെ എല്ലാവരുടെയും ഡേറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചോർത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉത്തരവാദികളായ ആളുകൾക്കെതിരായി കേസെടുത്ത് അന്വേഷിക്കണം. ഡാറ്റ ചോർത്തൽ വലിയ കുറ്റകൃത്യമാണ്. എൻ്റെ വ്യക്തിപരമായ ഡാറ്റ ചോർത്തിയാൽ അത് ദുരുപയോഗം ചെയ്യപ്പെടാം പല രീതിയിൽ. ഇപ്പോൾ സൈബർ ഫ്രോഡുകൾ കൂടി നടക്കുന്ന കാലമാണ്. മാത്രമല്ല, ഡാറ്റ വിൽപ്പനയ്ക്ക് വയ്ക്കും. വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഈ ഡേറ്റ വാങ്ങിക്കുന്നത്. ആ ഡേറ്റ ചോരാൻ പാടില്ല. ഡാറ്റ എന്ന് പറയുന്നത് വിലപ്പെട്ട സ്വത്താണ്. അതറിയാത്തവരാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്നത്? CPM നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കും പങ്കുണ്ട് ഈ ഡാറ്റ ചോർച്ചയിൽ. നാട്ടുകാരുടെ പണം ഉപയോഗിച്ച് നവകേരള സർവേ നടത്തുമ്പോൾ CPM സർക്കുലർ DYFIക്കാർക്കും പാർട്ടിക്കാരും വോളണ്ടിയർമാരാകണം. എന്നിട്ട് അവർക്ക് കാശ് കൊടുക്കുന്നവരെ പൈസ കൊടുക്കുന്നത് ഞാനും നിങ്ങളും അടയ്ക്കുന്ന നികുതി പണം. CPMന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ്. മുഖ്യമന്ത്രിയുടെ ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. തുടർ ഭരണം ഉറപ്പാക്കണം. തുടർ ഭരണം ഉറപ്പാക്കണമെങ്കിൽ CPMന്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് വെച്ച് ചെലവാക്കിക്കോ. നാട്ടുകാരുടെ നികുതി പണം ഉപയോഗിച്ച് തുടർ ഭരണം ഉറപ്പാക്കാൻ വരണ്ട. അല്ല, അത് നിരോധിക്കേണ്ടതാണ്. അത് മനഃപൂർവ്വമായി മതവിദ്വേഷവും കേരളത്തെ സംബന്ധിച്ചൊരു മോശം അഭിപ്രായവും രാജ്യത്തെല്ലാം ഉണ്ടാക്കാൻ മനഃപൂർവ്വം ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനെതിരായി നിയമ നടപടികളാണ് സ്വീകരിക്കേണ്ടത്, അല്ലാതെ BJPയുടെ സർട്ടിഫിക്കറ്റിൽ നിന്ന് ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പാലായിൽ സ്വീകരണം നൽകി. കേരളത്തിലെ ജനങ്ങളെ കടക്കണിയിലാക്കുകയാണ് പിണറായി സർക്കാർ 10 വർഷം കൊണ്ട് ചെയ്തതെന്ന് VD സതീശൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പാലായിൽ വമ്പൻ സ്വീകരണമൊരുക്കി പ്രവർത്തകർ. പുതുയുഗ യാത്ര രാവിലെ 10:30 പാലായിൽ എത്തിച്ചേർന്നു. പാല ഗവൺമെന്റ് ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ എത്തിച്ചേർന്ന പ്രതിപക്ഷ നേതാവിനെ മാണി കാപ്പൻ MLA നൂറുകണക്കിന് പ്രവർത്തകരുടെയും ബാൻഡ് സെറ്റിന്റെയും അകമ്പടിയോടെ സ്വീകരിച്ച് തുറന്ന വാഹനത്തിൽ കുരിശുപള്ളി കവലയിലേക്ക് ആനയിച്ചു. കുരിശുപള്ളി കവലയിലെത്തി പ്രാർത്ഥിച്ച ശേഷം തുറന്ന വാഹനത്തിന് അടുത്തേക്ക് എത്തിയ പ്രതിപക്ഷ നേതാവിനെ പാലായിലെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിരിക്കുന്ന പ്രവർത്തകർ വാദ്യഘോഷങ്ങളുടെയും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടെ അണിചേർന്ന് സ്വീകരിച്ചു. പ്രകടനമായി സ്റ്റേഡിയം ജംഗ്ഷൻ വഴി മിനിസ്ലാറിന്റെ തീരത്തുള്ള പുഴക്കര നഗറിൽ തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ എത്തിച്ചേർന്നു. തുടർന്ന് UDF പാലാ നിയോജകമണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചൊള്ളാനിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. MLAമാരായ മാണി കാപ്പൻ, മോൻസ് ജോസഫ്, MPമാരായ ഫ്രാൻസിസ് ജോർജ്, ആന്റോ ആന്റണി, KC ജോസഫ്, ജോസഫ് വാഴകൻ, ജോയ് അബ്രാഹാം, പിൽസൺ മാത്യൂസ്, ടോമി കല്ലാനി, ജോഷി ഫിലിപ്പ് തുടങ്ങിയവരും പ്രസംഗിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി പ്രസംഗം നടത്തി. നമുക്കറിയാം, അടുത്ത മാസം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും. ഒരു സംശയം വേണ്ട. പക്ഷേ പോകുമ്പോൾ കേരളത്തിന്റെ തലയിൽ, മലയാളിയുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. ഒരു നാടിന്റെ ഘടന എന്ന് പറയുന്നത് അതിന്റെ നട്ടെല്ല് സമ്പദ് വ്യവസ്ഥയാണ്. കേരളത്തിന്റെ ആ നട്ടെല്ല് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. കടത്തിന്റെ കാണാ കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടിത്താഴ്ത്തിയിട്ടാണ് ഇവർ പോകുന്നത്. ന്യൂസ് ബ്യൂറോ പാല. പാമ്പാടി പോത്തൻപുറം ദേറയിലേക്കുള്ള റോഡുകൾ തകർച്ചയിൽ. കാലാകാലങ്ങളായി നടത്തേണ്ട അറ്റകുറ്റപ്പണികളുടെ അഭാവമാണ് റോഡുകൾ തകരാൻ കാരണം. പോത്തൻപുറം കവല പറുതലമറ്റം റോഡും PC യോഹന്നാൻ റമ്പാൻ റോഡുമാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത്. പാമ്പാടിയിലെ പ്രധാനപ്പെട്ട 2 റോഡുകൾ ശോച്യാവസ്ഥയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ. പാമ്പാടി ദേറയിലേക്ക് പോകുന്ന PC യോഹന്നാൻ റമ്പാന്റെ പേരിലുള്ള ഉണക്കപ്ലാവ് പാമ്പാടി ദേറ റോഡും പൊത്തൻപുറം കവല പറുതലമറ്റം റോഡുമാണ് തകർന്നിരിക്കുന്നത്. ഇതിൽ പൊത്തൻപുറം കവല പറുതലമറ്റം റോഡിൽ വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. പാമ്പാടി തിരുമേനിയുടെ കബറിടം, സ്കൂൾ, കോളേജ്, ITI, അനാഥാലയങ്ങൾ എന്നിവ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന പാമ്പാടി ദേറയിലേക്കുള്ള പ്രധാനപ്പെട്ട PWD റോഡുകളാണ് ഇവ. ദിവസേന നിരവധി വാഹനങ്ങളും കാൽനടയാത്ര
യാത്രക്കാരും ഉൾപ്പെടെ കടന്നുപോകുന്ന റോഡുകളാണിത്. നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. റോഡ് പണിത് 16 വർഷങ്ങൾ കഴിഞ്ഞിട്ടും 1-2 പ്രാവശ്യം മെയിന്റനൻസ് ജോലികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പാമ്പാടി ദേറയിലേക്കുള്ള KSRTC ബസ്സുകൾ, സ്വകാര്യ ബസ്സുകൾ, സ്കൂൾ ബസ്സുകൾ, മറ്റ് ചെറുവാഹനങ്ങൾ എന്നിവയെല്ലാം കടന്നുപോകുന്ന റോഡാണ് പാമ്പാടി ദേറ റോഡ്. അധികൃതർക്ക് പരാതി നൽകിയിട്ടും പ്രയോജനമൊന്നും ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് BMBC നിലവാരത്തിൽ പണിയണമെന്നാണ് അഭ്യർത്ഥിക്കുന്നതെന്ന് നാട്ടുകാരൻ ഷാജി M. കുര്യൻ പറയുന്നു. ഇത് 16 വർഷം മുമ്പ് മീനടം പഞ്ചായത്തിൻ്റെയും പാമ്പാടി പഞ്ചായത്തിൻ്റെയും പരിധിയിലുള്ള ഗ്രാമപഞ്ചായത്ത് റോഡായിരുന്നു. അതിനെ ഇത്തരത്തിലാക്കിയിട്ട് ഇന്ന് വരെ ശരിക്കൊരു പുനരുദ്ധാരണം കിട്ടാതെ വന്ന സ്ഥിതിക്ക് ഇതിനെ BMBC തലത്തിൽ ഉയർത്തിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രി പാമ്പാടിയിൽ വന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് നേരിട്ട് പരാതി ഏറ്റുവാങ്ങിയപ്പോൾ പാമ്പാടി ദേറായിൽ നിന്നും കൊണ്ട് ഈ മുഖ്യമന്ത്രിക്ക് ഈ പരാതി കൊടുക്കുകയും അദ്ദേഹം അത് സംബന്ധിച്ച് റെസിപ്റ്റ് തരികയും ചെയ്തിരുന്നു. ഇതിന് ശേഷം ഇന്ന് വരെയും ഇതിനെ പറ്റി ഒരു പുനരുദ്ധാരണത്തിന് വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ട രീതിയിൽ ഒരു പുനരുദ്ധാരണം നടന്നിട്ടില്ല. അവിടെ ഒരു 3 വർഷത്തിലധികമായിട്ട് ഇതിങ്ങനെ കുഴിഞ്ഞു കിടക്കുക. ഈ റോഡിൻ്റെ പേര് ഒത്തമ്പറങ്കവല പറതലമറ്റം റോഡെന്ന പാമ്പാടി ദേറ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഡെയിലി ഇതിലെ കടന്നു പോകുന്ന സ്കൂൾ ബസ്സുകൾ എന്ന് പറയുന്നത് 100 കണക്കിന് സ്കൂൾ ബസ്സുകളാണ്. അപ്പോൾ അടുത്ത് ചേർന്ന് BMS സ്കൂൾ പ്രവർത്തിക്കുന്ന അതിൻ്റെ ഒരു 10-25 ബസ്സുകൾ, KG കോളേജിൻ്റെ ബസ്സുകൾ, ഇതെല്ലാം ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്നു. അപ്പോൾ അവർക്ക് ഡ്രൈവർമാരെല്ലാം നിരന്തരമായിട്ട് ഇത് ദേറായി വന്ന് ഈ കാര്യങ്ങൾ കംപ്ലൈൻ്റ് ആയിട്ട് പറയാറുമുണ്ട്. അതേസമയം പൊത്തൻപുറം കവല റോഡിലെ പണികൾ താമസിയാതെ തുടങ്ങുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാമ്പാടി. കോട്ടയത്ത് ചവിട്ടുവരിയിൽ നിയന്ത്രണം വിട്ടെത്തിയ ലോറി ബജിക്കടയിലേക്ക് ഇടിച്ചുകയറി. അപകടത്തിൽ ലോറി ഡ്രൈവർക്കും സഹായിക്കും പരിക്കേറ്റു. MC റോഡിൽ കോട്ടയം ചവിട്ടുവരിയിൽ നിയന്ത്രണം വിട്ടെത്തിയ ലോറി ബജിക്കടയിലേക്ക് ഇടിച്ചുകയറി. ഇന്ന് രാവിലെയാണ് സംഭവം. അപകടത്തിൽ തമിഴ്നാട് സ്വദേശിയായ ഡ്രൈവറെയും സഹായിയെയും പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട തുറക്കാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. അപകടത്തിൽ കട പൂർണ്ണമായും തകർന്നുപോയി. തട്ടുകടയിൽ ഇടിച്ച ലോറി സമീപത്തെ മതിലും തകർത്താണ് നിന്നത്. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന മറ്റു വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടി സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കൊടിയിറങ്ങി. ഇന്നലെ വൈകിട്ട് ചിറക്കടവ് ക്ഷേത്രച്ചിറയിൽ ആറാടിയെത്തിയ ദേവിയെ വാദ്യമേളങ്ങളുടെ അകമ്പടിയിൽ സ്വീകരിച്ചു. തുടർന്ന് എഴുന്നള്ളത്തിന് ശേഷം 6 ദിവസം നീണ്ടുനിന്ന തിരുവുത്സവത്തിന് കൊടിയിറങ്ങി. ദൃശ്യവിസ്മയമായി മെഗാ തിരുവാതിര. ശ്രീകുമാരമംഗലം ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ചാണ് SKM സ്കൂളിലെ 121 കുട്ടികൾ ചേർന്ന് തിരുവാതിര അവതരിപ്പിച്ചത്. കുമരകം ശ്രീ കുമാരമംഗലം ക്ഷേത്രത്തിന്റെ 121ാമത് വാർഷികത്തിലാണ് കണ്ണിനും മനസ്സിനും കുളിർമയേകി മെഗാ തിരുവാതിര അരങ്ങേറിയത്. ക്ഷേത്രത്തിന്റെ 121 വർഷത്തെ ചരിത്രത്തെ പ്രതിനിധാനം ചെയ്യുന്നതിനാണ് 121 കുട്ടികൾ തിരുവാതിര കളിയിൽ അണിചേർന്നത്. വെറുതെ ഞങ്ങളെ കൊൽവാൻ അവസരമില്ല. ഞങ്ങൾ വികിരങ്ങളല്ല, വെറുതെ ഞങ്ങളെ കൊൽവാൻ അവസരമില്ല. ക്ഷേത്രത്തിലെ 1ാം ഉത്സവ ദിനമായ തിങ്കളാഴ്ചയാണ് കുമാരമംഗലം HSSലെ കുട്ടികളെ അണിനിരത്തി മെഗാ തിരുവാതിര അവതരിപ്പിച്ചത്. നൃത്താധ്യാപിക ആർച്ച ബൈജുവിന്റെ നേതൃത്വത്തിൽ 2 ആഴ്ചയായി നടന്ന തീവ്ര പരിശീലനത്തിന്റെ ഫലമാണ് കണ്ണിനും കാതിനും കുളിർമയേകിയ മെഗാ തിരുവാതിര. 6400 സ്ക്വയർ ഫീറ്റ് വേദിയിൽ 4 നിരകളിലായി അണിനിരന്നാണ് മങ്കമാർ തിരുവാതിര കളിച്ചത്. തിരുവാതിര കൂടാതെ SKM HSSലെ 300ഓളം കലാകാരികളെ അണിനിരത്തി ഫ്യൂഷൻ ഡാൻസ്, ക്ലാസിക്കൽ ഡാൻസ്, സംഘനൃത്തം, നാടൻപാട്ട് എന്നിവയെല്ലാം കോർത്തിണക്കി ന്യൂപുരം ഫെസ്റ്റും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.
സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് കസ്തൂർബ ഗാന്ധിയെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനി. പാലായിൽ കസ്തൂർബ ഗാന്ധിയുടെ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമായിരുന്നു കസ്തൂർബ ഗാന്ധിയെന്ന് KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടോമി കല്ലാനി. കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കോട്ടയം ജില്ലാ കമ്മിറ്റി പാലായിൽ കസ്തൂർബ ഗാന്ധിയുടെ ചരമദിനത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഡ്വക്കേറ്റ് ടോമി കല്ലാനി. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ കാരുണ്യ മനോഭാവത്തിലൂന്നിയുള്ള സേവന പ്രവർത്തനങ്ങളിലൂടെ വനിതകളെ അണിനിരത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിത്വമായിരുന്നു കസ്തൂർബ ഗാന്ധിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്മരിക്കാതിരിക്കാൻ ഇന്ത്യയെ സ്നേഹിക്കുന്ന, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന, രാജ്യത്തിൻ്റെ നന്മയെ ആഗ്രഹിക്കുന്ന, രാജ്യത്ത് സമാധാനം നിലനിൽക്കണമെന്നും സത്യം നിലനിൽക്കണമെന്നും രാജ്യത്തെ സകല മനുഷ്യരും ജാതിക്കും മതത്തിനും പ്രദേശത്തിനും ഭാഷയ്ക്കുമൊക്കെ അതീതമായി മനുഷ്യർ ഒന്നിച്ചു നിൽക്കണമെന്നും ഒക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച മഹാത്മാഗാന്ധിയെ സ്മരിക്കുന്നതിനോടൊപ്പം തന്നെ കസ്തൂർബ ഗാന്ധിയെ സ്മരിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഗാന്ധി ദർശൻ വേദി ഇന്ന് ഇവിടെ തെളിയിച്ചിരിക്കുക. പാലാ നിയോജക മണ്ഡലത്തിലെ ജയിച്ച കോൺഗ്രസ് ജനപ്രതിനിധികളെ യോഗത്തിൽ അനുമോദിച്ചു. DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പുന്നത്താനം കസ്തൂർബ ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി. യോഗത്തിൽ ജില്ലാ ചെയർമാൻ പ്രസാദ് കുണ്ടുപറമ്പിൽ അധ്യക്ഷനായി. അഡ്വക്കേറ്റ് AS തോമസ്, KPGD സംസ്ഥാന സെക്രട്ടറിമാരായ ഡോക്ടർ ഗോപി മോഹൻ, VS ദിലീപ് കുമാർ മാമ്പുഴക്കരി, CT രാജൻ, തോമസ് താളനാനി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലാ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് പൊൻകുന്നത്ത് വൻ വരവേൽപ്പ്. ആരോഗ്യരംഗത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുമെന്ന് VD സതീശൻ. തകർന്ന സമ്പദ് വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കും. സർക്കാർ ജീവനക്കാരുടെ ഡേറ്റ ചോർത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രിക്കും CPM-നും പങ്കെന്ന് VD സതീശൻ. നവകേരള സർവേക്ക് വേണ്ടി ജനങ്ങളുടെ നികുതിപ്പണം ചെലവഴിക്കുന്നത് അംഗീകരിക്കില്ല. പാമ്പാടി ദേറയിലേക്കുള്ള 2 റോഡുകളും തകർന്നു. ശോച്യാവസ്ഥയിലായിട്ട് 3 വർഷത്തിലധികം. ദിവസവും റോഡിനെ ആശ്രയിക്കുന്നത് ആയിരങ്ങൾ. കോട്ടയം ചവിട്ടുവരിയിൽ ലോറി ബജിക്കടയിലേക്ക് ഇടിച്ചു കയറി. ഡ്രൈവർക്കും സഹായിക്കും പരിക്ക്. കട പൂർണ്ണമായും തകർന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.